ഹായ്, താഴെക്കോട് നിന്ന് കുഞ്ഞൂട്ടി ഗഫൂറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർമല ജിസാൻ പാർക്കിന്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഉപ്പാന്റെ ഒരു കൃഷിത്തോട്ടമുണ്ട്. അതായത് ഫ്രൂട്ട്സിന്റെ കൃഷിയാണ് കൂടുതൽ. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഇക്കാനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതിന്റെ ഒക്കെ ഓരോ പേര് പറഞ്ഞാണ്. ഇതിന്റെ പേരാണ് ബനാന സപ്പോട്ട. നിറയെ കായുണ്ട്. ഇത് ഡ്രാഗൺ ആണ്, അതായത് മലേഷ്യൻ റെഡ്. നല്ല മധുരാണ്. അവിടെ കാണുന്നത് ഇസ്രായേലി യെല്ലോ. ഇത് ഇസ്രായേലി യെല്ലോ ആണ്. ഇതിന് പൊതുവെ വളം കൊടുക്കുന്നത് ഞാൻ സ്ലറിയാണ് കൊടുക്കാറ്. അതായത് സ്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, എല്ലും പൊടി, അത് ചീമക്കൊന്നൻ്റെ ഇല, ഇത് ചേർത്ത് ഒരു ആഴ്ച കുളിപ്പിക്കാൻ വെക്കും. ദിവസേന ഒരു പ്രാവശ്യം ക്ലോക്ക് വൈസ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് 5 കപ്പ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കുക. അങ്ങനെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കലാണ്. പക്ഷെ മഴക്കാലത്ത് ഞാൻ പൊതുവേ ചാണകം, എല്ലും പൊടി ഇതാണ്. വേനലിനാണ് ഈ സ്ലറി കൊടുക്കാറ്. സ്വീറ്റ് ലൂബി, ഇത് മധുരമുള്ള ലൂബി. ഇത് 2 വർഷമായിരുന്നു. അത് മണ്ണൂത്തിന്ന് കൊടുന്ന. ഇത് R2E2 ആസ്ട്രേലിയൻ മാവ്. ഇന്ത്യൻ മുസംബി നന്നായിട്ട് കായ്ക്കും. ഇത് പറയുമ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ വെച്ചിട്ട്. ഇത് തൈ ജിസാൻ പാർക്കിൽ നിന്ന് കൊടുന്നതാണ്. ഇത് എത്ര 600 റുപ്യ ഒരു തൈക്ക്. ജിസാൻ പാർക്കിൽ അത്യാവശ്യം നല്ല തൈകളാണ്. ഇത് പാകിസ്ഥാൻ മൾബറി. ഇത് ബനാന മാംഗോ. ഇത് ജംബോട്ടിക്കാവ്, അതായത് മരമുന്തിരി. അത് ഉറുമാമ്പഴം. അതെ. ഇത് ഓറഞ്ച്, സ്വീറ്റ് ഓറഞ്ച്. ഇത് തായ് പിങ്ക്, പേരക്ക. ഇത് സ്റ്റാർ ഫ്രൂട്ട്, മദർ സ്റ്റാർ ഫ്രൂട്ട്. ഇത് ബേറാപ്പിള്. ഇത് അമ്പായ, മധുരമ്പായ. ഇത് അബിയു. ഇത് റംബൂട്ടാൻ തന്നെയാണ്, കായ്ച്ചതിന് കൊല്ലം. പിന്നെ ഇവിടെ വൈറ്റ് ഞാവലുണ്ട് ഇവിടെ, അതും കായ്ച്ചോണം. അത് വൈറ്റ് ഞാവല. ഇതാണ് നമ്മളെ കൂട്ടുകാരൻ അന്നീർ മണ്ണാമല. കൂട്ടുകാരന്റെ ഉപ്പാന്റെ കൃഷിയാണിത്, ഫ്രൂട്ട്സ് കൃഷി. അന്നീർ നിങ്ങൾക്ക് എന്ത് രണ്ടു സംസാരിക്കാം? ഇത് ഉപ്പ ആദ്യം ഒരു 1-2 തൈകളൊക്കെ ഇങ്ങനെ ചെറിയ താല്പര്യത്തിൽ ഇങ്ങനെ വെച്ചു. പിന്നെ അത് വലിയൊരു ഇതായി മാറി. പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോ വെറൈറ്റി തൈകൾ കൊണ്ടുവരിക, വെക്കുക. എന്തായാലും ഉപ്പാക്ക് ഇപ്പോൾ അതൊരു ഭയങ്കര താല്പര്യം തന്നെയാണ്. അത് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അല്ല, ഉപ്പാന്റെ താല്പര്യം തന്നെ. നമുക്ക് ഇതിന്റെ ഫുള്ള് പേരെന്നെ ശരിക്കും അറിയില്ല. പക്ഷെ ഉപ്പാക്ക് ഫുള്ള് കുട്ടികളെ നോക്കണ മാതിരി രാവിലെ ഓരോ തൈകളെ അടുത്തും വരും. രാവിലെ ഓരോ ഈ പീക്കേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എല്ലാ തൈകളെ എടുത്തും രാവിലെ എത്തും. അപ്പോൾ ഓക്കെ, ഇതുപോലെ ഞമ്മക്കും നമ്മളെ ടെറസിന്റെ മുകളിൽ ഇതുപോലെ കൃഷിത്തോട്ടം, പച്ചക്കറിത്തോട്ടമൊക്കെ നമുക്കും ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ സിമ്പിളായ സംഭവമുള്ളൂ. ഇപ്പൊ ചെറിയൊരു ടെറസിന്റെ മുകളിലാണ് ഇത്രയും കൃഷികൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പല ഫ്രൂട്ട്സിന്റെ പല തൈകൾ നിങ്ങൾ കണ്ടതല്ലേ. അങ്ങനെ ഇതുപോലെ നമുക്ക് പല സംഗതികൾ ഉണ്ടാക്കിയെടുക്കാം. ഈ മരുന്നടിച്ച ഫ്രൂട്ട്സും കാര്യമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ കൃഷികൾ ഉണ്ടാക്കാനുള്ള ശ്രമിക്കുക. ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കുക, വീണ്ടും ബെല്ലൈക്കൺ അമർത്തുക.